സ്കൂളിൽ നിന്ന് അവൾ ആദ്യമായിട്ട് ടൂറിന് പോയതിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. LKG വെച്ചിട്ടും ലുലു മാളിലേക്ക് അവരുടെ സ്കൂളിൽ നിന്ന് ടൂർ ഉണ്ടായിരുന്നു. എങ്കിലും ഞങ്ങൾ വിട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം കൊച്ചു കുട്ടികളെ നമ്മുടെ കൂടെ കൊണ്ടുപോകുമ്പോൾ തന്നെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ സ്കൂളിൽ നിന്ന് പോകുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ള പേടിയൊക്കെ ആയിരുന്നു കേട്ടോ. ഇപ്രാവശ്യം അത് കാരണം നല്ല അലമ്പായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് എല്ലാം പോകുന്നുണ്ട്, എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകാൻ ആഗ്രഹമില്ലേ അമ്മയെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ട് പറഞ്ഞ് സോപ്പിട്ടൊക്കെ ഒപ്പിച്ച് അങ്ങനെ അവൾ UKG അവളുടെ ഫസ്റ്റ് ടൂറിന് പോയത്. പണ്ട് നമ്മളൊക്കെ ടൂറിന് പോകുമ്പോൾ പപ്പയും അമ്മയൊക്കെ ടെൻഷൻ അടിച്ച് വീട്ടിലിരുന്നതിൻ്റെ അവസ്ഥകളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. അവൾ ആദ്യമായിട്ട് പോയപ്പോഴാണ് ആ അവസ്ഥ എന്താണെന്ന് നമുക്ക് മനസ്സിലായത്. പണ്ട് ഫോൺ വഴിയൊന്നും നമുക്ക് അപ്ഡേഷൻസ് ഒന്നും കിട്ടത്തില്ലല്ലോ, ഇതുപോലെ അവരെന്താ അവിടെ ചെയ്യുന്നതെന്നൊന്നും. ഇപ്പോൾ പിന്നെ ഗ്രൂപ്പിൽ ഇടയ്ക്കിടയ്ക്ക് ടീച്ചേഴ്സ് പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കിഡ്സൊക്കെ അവിടെ കളിക്കുന്നതും. അപ്പം നമുക്കതിനിടയിൽ നിന്ന് നമ്മളുടെ മക്കളുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കാൻ പറ്റും. അതൊരു വലിയൊരു ആശ്വാസം എന്ന് തന്നെ പറയാം. ഒരു വീഡിയോ വരുമ്പോൾ തന്നെ പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്ത് അതിൽ ഹൈ എവിടെ നിൽക്കുന്നു എന്നൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്നൊരു വലിയ ആശ്വാസമുണ്ട് കേട്ടോ. ഇതിപ്പോൾ ലുലു മോളിൽ പോയി അവർ കളിക്കുന്ന ആ ഒരു സെക്ഷനാണ് കാണിക്കുന്നത്. പോകുന്ന വീഡിയോ ഒന്നും ഇല്ലല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. സാധാരണഗതിയിൽ എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നത് പോലെ തന്നെ ബസ്സിന് സ്കൂളിലേക്ക് പോവുക, അത് കഴിഞ്ഞിട്ട് സ്കൂളിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ് കേട്ടോ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എന്നും പതിവ് പോലെ സ്കൂളിൽ പോകുന്നത് പോലെയാണ് അവൾ പോയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വീഡിയോയിൽ കണ്ടില്ല, ആ തിരിഞ്ഞു നിൽക്കുന്നത് ഹയയാണ് കേട്ടോ. ഈ വീഡിയോ ഒക്കെ ടീച്ചർ പോസ്റ്റ് ചെയ്ത് തന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ എന്തായാലും ഹയ വരാറായപ്പോൾ ഞങ്ങൾ അവൾക്കൊരു സർപ്രൈസ് ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ട് അവളെ വിളിക്കാനായിട്ട് സ്കൂളിലേക്ക് പോയി. കുറേ സമയം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്ത് കേട്ടോ. അതിന് ശേഷമാണ് സ്കൂൾ ബസ്സിൽ വന്നത്. കൂവി വിളിച്ചൊക്കെ വരുന്നുണ്ടായിരുന്നു. ഹയ അങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട്. ആ മുഖം കണ്ടറിയാം ഒരുപാട് വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വരുന്നത്. ഹയ എല്ലാ ദിവസവും സ്കൂളിൽ പോയാലും ഇങ്ങനെ തന്നെയാണ്. സ്കൂളിലെ എല്ലാ വിശേഷങ്ങളും ചിലപ്പോൾ ഭയങ്കര സങ്കടമായിരിക്കും, ചിലപ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടായതായിരിക്കും, പുതിയ ഗെയിംസ് കളിപ്പിച്ചതായിരിക്കും. ഇതൊക്കെ ഓടി വന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ് കേട്ടോ. എനിക്കും അവൾ പറയുന്ന ആ വിശേഷങ്ങളൊക്കെ കേൾക്കാനും ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഹയയുടെ ഫ്രണ്ട് റിയയും നമ്മളുടെ കൂടെ അങ്ങനെ നിൽക്കുകയാണ്. ബസ്സിൽ നിന്ന് വന്നിറങ്ങിയപ്പോൾ തന്നെ വിശേഷങ്ങൾ പറയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പോയിട്ട് കുറച്ച് ദിവസമായെങ്കിലും ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനും ഒക്കെ ഒരു മൂഡ് വന്നത്.